വെൽക്കം ഓൾ. ഞാൻ ദേവദത്തൻ. വെൽക്കം ടു പെട്രിക്കോർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി മുതൽ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. കാരണം ആ നെയിം പെട്രിക്കോർ എന്നുള്ളത് മറ്റൊരു സ്റ്റുഡിയോസ് ടീം ട്രേഡ് മാർക്ക് എടുത്ത് അവർ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ നെയിം എനിക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനത് ചേഞ്ച് ചെയ്യുകയാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് എ ബെറ്റർ വൺ. അപ്പോൾ ഇനി മുതൽ വെൽക്കം ടു ഹോംലി നറേറ്റീവ്സ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ബൈസൺ കാളമാടൻ എന്ന് പറയുന്ന മാരി സെൽവരാജ് സിനിമയുടെ ഒരു ഷോർട്ട് റിവ്യൂ അതിനു വേണ്ടിയാണ്. ഈ ഷോർട്ട് റിവ്യൂ എന്ന് പറയുമ്പോൾ സിനിമയുടെ എല്ലാ കോർണേഴ്സും ടച്ച് ചെയ്ത് പോവുക എന്നുള്ളതിലല്ല, പക്ഷേ എന്നെ ഏറ്റവും അധികം ഇമ്പ്രസ് ചെയ്തത് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ആ സിനിമ ഡിസേർവ് ചെയ്യുന്നൊരു ഓഡിയൻസിലേക്ക് അത് എത്തുന്നില്ല. അതാണ് ശരിക്കും എടുത്തു പറയേണ്ടത്. അതിൻ്റെ കൂടെ ഇറങ്ങിയിട്ടുള്ള മറ്റ് സിനിമകൾ കാരണമോ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഫാൻ ഫോളോയിങ് കാരണമായിരിക്കാം ബൈസൺ. മാരി സെൽവരാജിൻ്റെ മുമ്പുള്ള പടങ്ങളെല്ലാം നമുക്ക് സുപരിചിതമാണ്. കാരണം അത് എല്ലാം അത്രയും ക്രിറ്റിക്കലി പ്രൈസ്ഡ് ആണ്, എന്നാൽ കമേഴ്ഷ്യലി അപ്രീഷിയേറ്റഡും കൂടിയാണ് എല്ലാ പടങ്ങളും. എടുത്തു പറയേണ്ടത് പരിയേറും പെരുമാൾ എന്ന് പറയുന്ന ആളുടെ ഡെബ്യൂ ആണ്. പരിയേറും പെരുമാൾ, പിന്നീട് കർണൻ, പിന്നീട് മാമന്നൻ, പിന്നീടിപ്പോൾ വാഴൈ കഴിഞ്ഞ് ബൈസൺ കാളമാടൻ. ബൈസൺ കാളമാടൻ എന്ന് പറയുന്നത് മാനത്തി ഗണേശൻ എന്ന് പറയുന്നൊരു ട്രൂ അല്ലെങ്കിൽ ഒരു റിയൽ അർജുന അവാർഡ് വിന്നിങ് കബഡി പ്ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ലൈഫിൻ്റെ ഒരു കോർ പോർഷൻസിനെ ബേസ് ചെയ്തിട്ട് ട്രൂലി ഒരു അഡാപ്റ്റേഷൻ അല്ല, ഒരു അല്ലെങ്കിൽ ഒരു ബയോഗ്രഫിക് അഡാപ്റ്റേഷൻ അല്ല, പകരം പുള്ളിയുടെ വർക്ക്സിനെ അല്ലെങ്കിൽ പുള്ളിയുടെ ലൈഫിനെ ബേസ് ചെയ്ത് മാരി സെൽവരാജിൻ്റെ ഒരു കമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ മാരി സെൽവരാജിന്റെ സ്റ്റൈൽ ഓഫ് കമേഴ്ഷ്യൽ മേക്കിംഗ് സ്പോർട്സ് ആക്ഷൻ ഡ്രാമയാണ് ബൈസൺ. അത് ബൈസൺ കാളമാടൻ. കാരണം പടം നമുക്ക് ഓപ്പണിംഗ് തൊട്ട് നമുക്ക് മാരി സെൽവരാജ് സ്റ്റൈൽ ഓഫ് സിംബോളിസംസ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ആളുടെ സ്റ്റൈലൊന്നും മാറ്റാതെയോ അല്ലെങ്കിൽ സ്റ്റൈൽസിലൊരു ചേഞ്ചും പുള്ളി വരുത്തിയിട്ടില്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം മാരി സെൽവരാജ് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ സിംബോളിസംസ് നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കർണൻ സിനിമയിലൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ഇപ്പോൾ അതിൽ കാണിക്കുന്ന ഒരു കഴുതയുടെ പോർഷൻ ആണെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ തോന്നും, അതായത് നമ്മൾ ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണോ ഇനി എന്നൊക്കെ ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ആസ് എ റിവ്യൂവർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്പൂൺ ഫീഡിങ്സ് ഒന്നും ഇല്ലാതെ ഒരു പ്രോപ്പർ വേയിൽ പുള്ളിയുടെ ആദ്യത്തെ സിനിമയിലൊക്കെ നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു ഹൈ, ആ ഒരു എന്താ പറയണേ, ആ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ് എല്ലാം ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു ആളുടെ പടങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അവരുടെ ഒരു പ്ലൈറ്റ് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു അത്രമാത്രം സഹിച്ചും അനുഭവിച്ചും മുന്നോട്ട് കയറി വരാൻ ശ്രമിക്കുന്ന, ഇപ്പോഴും ജാതിയുടെ വരമ്പുകളെല്ലാം നിലനിന്നുകൊണ്ട് ജീവിക്കുന്ന കുറെ സ്ഥലങ്ങളും അവിടുത്തെ ആളുകളെ കുറിച്ചും എല്ലാമാണ് മാരി സെൽവരാജ് സിനിമകൾ കൂടുതലായി സംസാരിക്കാറുള്ളത്. ഞാൻ പറയുന്നത് എല്ലാം ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. കാരണം നമുക്ക് സംസാരിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെ റിവ്യൂ പറയുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം ഒരു പോഡ്കാസ്റ്റ് സിസ്റ്റോ അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കഷനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം സിനിമ എനിക്ക് റിവ്യൂ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതിലല്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ച് പേരുണ്ടാവുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു സിനിമ കണ്ട ആ സിനിമയെക്കുറിച്ച് സംസാരിച്ച് അതിന് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞ് എല്ലാവരുടെയും അതിൽ ഉള്ള സജഷൻസ് അല്ലെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയതും അല്ലെങ്കിൽ അവർ അത്രയധികം എൻജോയ് ചെയ്യുന്നതായിട്ടുള്ള പോർഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനും പറ്റുന്നതാണ് എൻ്റെ ഒരു ഹാപ്പി പ്ലേസ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൽ നിന്ന് വിട്ടുമാറുന്നതല്ല. പടത്തിലേക്ക് വരാം. ബൈസൺ കാളമാടൻ സിനിമ ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമയാണ്. ജോണർ സ്പെസിഫൈ ചെയ്താൽ ഒരു കബഡി പ്ലെയർ വാനത്തി കിട്ടാൻ എന്ന ക്യാരക്ടർ ധ്രുവ് പ്ലേ ചെയ്യുന്ന ക്യാരക്ടറാണ്. ആ ഒരു വാനത്തി കിട്ടാൻ നമ്മുടെ ഏറ്റവും ലോ സ്റ്റാൻഡേർഡ്സിൽ നിന്ന് അല്ലെങ്കിൽ ലോ ക്ലാസ് ലിവിങ് എന്ന് സൊസൈറ്റി തരം താഴ്ത്തപ്പെട്ടിരിക്കുന്ന സ്റ്റേജിൽ നിന്ന് കയറി വന്ന് അല്ലെങ്കിൽ അവിടെ നിന്നും ഒരാളും എങ്ങും എത്തിപ്പെടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു
സ്പേസിൽ നിന്ന് ആള് തമിഴ്നാട് ടീമിന് കളിക്കുന്നു, പിന്നീട് നാഷണൽ ടീമിലേക്ക് സെലക്ട് ആവുകയും അങ്ങനെ ഏഷ്യൻ ടൂർണമെന്റിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെ നമുക്ക് അർജുന അവാർഡി ആയി ആവുന്നതാണ് കഥ. ഇത് നമുക്ക് കഥ ഞാൻ പറയുന്നത് കൊണ്ട് ഇത് സ്പോയിലർ ആവും എന്നുള്ളതില്ല, കാരണം ഇത് ഒരിക്കലും സ്പോയിലർ അല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം മാനത്തി ഗണേശൻ എന്ന് പറയുന്ന ഒരു ആളുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ. അപ്പോ ഇങ്ങനെയാണ് കഥ. അപ്പൊ ഈ കഥ എല്ലാം മനസ്സിലാക്കിയും അല്ലെങ്കിൽ ഈ കഥ പ്രോപ്പറായിട്ട് ഇങ്ങനെ തന്നെ മാരി സെൽവരാജ് ഈ കഥയാണ് പറയുന്നതെന്നും ഇതാണ് എന്റെ സിനിമ എന്നുള്ളതും പുള്ളി മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരികയും അത്രയും നമ്മൾ പറഞ്ഞിട്ടും നമുക്ക് തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ നമുക്കറിയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും ഇവിടെ എന്താണ് ഇനി ഉണ്ടാവുന്നത് എന്നുള്ളതും എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലൂടെ തന്നെയാണ് സിനിമ കടന്നു പോകുന്നത്. എന്നാൽ ഈ ഒരു സീനും നമ്മളെ ബോറടിപ്പിക്കാതെ, ഒട്ടും നമ്മളെ ലാഗ് ചെയ്യിപ്പിക്കാതെ, നമ്മളെ ഫുള്ളി ഇമേഴ്സീവ് ആക്കി ആ ഒരു വേൾഡിലേക്ക് നമ്മളെ ഇന്നാക്കുന്നുണ്ട്. ഓപ്പണിങ്ങിൽ തന്നെ ആ ഒരു ഇൻട്രോയിൽ തന്നെ നമ്മൾ ആ വേൾഡിലേക്ക് ഇന്നാവുന്നുണ്ട്. ഇതൊരു നോൺ ലീനിയർ ഫോർമാറ്റിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പ്രസന്റ് പാസ്റ്റ് സിനാരിയോനെ ഇന്റർമിക്സ് ചെയ്തിട്ടാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ. എടുത്തു പറയേണ്ട പെർഫോമൻസസ് ധ്രുവ് വിക്രമിന്റെയാണ്. അത് ഇത്രയും കാലം പുള്ളിയുടെ പടങ്ങളിൽ കണ്ടിരുന്ന ഒരു അമച്വർ പരിപാടി ഒന്നുമല്ല അതിൽ. ഇത് ഹി ജസ്റ്റ് കിൽഡ് ഇറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര അടിപൊളിയായിരുന്നു. അതായത് ആ ഒരു സ്പോർട്സ് പ്ലെയറിന്റെ ഫോർമാറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് ആളത്രയും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കബഡി പ്ലെയർ നമുക്ക് അവിടെ ശരിക്കും ധ്രുവ് വിക്രം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു നെപ്പോ കിഡ് വിക്രമിന്റെ മകൻ എന്നുള്ള രീതിയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ധ്രുവ് വിക്രം മാറി ധ്രുവ് ആസ് എ ഹോൾ ഹീറോ ലീഡ് എന്നൊക്കെ നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ട് പറയാം. കാരണം അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ ഉള്ള അത്ര കേപ്പബിൾ ആയ ഒരു സിനിമയാണത്. ആളുടെ ഫുൾ പൊട്ടൻഷ്യൽ കാണിച്ചിട്ടുണ്ട് ഈ പടത്തില്. അത് മാരി സെൽവരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമയുണ്ടെന്നും ഇത് ചെയ്യണമെങ്കിൽ ആളുടെ കൂടെ ഇറങ്ങി പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ആളെ തന്നെ കിട്ടിയാലാണ് ഇത് ലീഡായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. അതെന്തായാലും അതിനുള്ള ഏറ്റവും ആപ്റ്റ് ചോയ്സ് ആയിരുന്നു, ഏറ്റവും ബെസ്റ്റ് കാസ്റ്റിംഗ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ പടത്തിലും നമ്മുടെ സർപ്പട്ട പറമ്പയിലെ രംഗവാദിയാർ ഒക്കെ ആയിരുന്ന പശുപതി ഇതിലെ ഈ വാനത്തി കിട്ടാൻ എന്ന ക്യാരക്ടറുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് പശുപതി ആണ്. ഈ പശുപതി നമുക്ക് ഈ രംഗവാദിയാറിന്റെ ഒരു സീൻ ഞാൻ പറയാൻ കാരണം ആളുടെ മുമ്പുള്ള പടങ്ങൾ എല്ലാവർക്കും അത്രമേൽ ഫെമിലിയർ ആണോ എന്ന് എനിക്കറിയാത്തത് കൊണ്ടാണ്. ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു സർക്കിളിൽ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് പശുപതി എന്ന് പറയുന്ന ഒരാളെ അറിയണമെങ്കിൽ അവർക്കെല്ലാം അറിയാവുന്ന ഈ രംഗവാദിയാർ എന്നുള്ളൊരു റോള് മാത്രമാണ്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. ആളും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇവിടുന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ളത് എന്ന് പറയേണ്ടതില്ല, എന്നാലും നമ്മുടെ മലയാളി ആക്ടേഴ്സ് ആയിട്ടുള്ള അനുപമ പരമേശ്വരനാണെങ്കിലും രജീഷ വിജയനാണെങ്കിലും അവരുടെ റോൾസ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. ഒട്ടും നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു ലാംഗ്വേജ് ബാരിയർ ഫീൽ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പൊതുവെ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും, അതായത് ഒരു മലയാളി ആക്ടർ പോയിട്ടൊരു തമിഴ് ഫോർമാറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ അതിലുള്ളൊരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിൽ നമുക്ക് ആ ഒരു നമ്മുടെ മലയാളി ആക്ടർ ആണല്ലോ എന്നുള്ളൊരു കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. അതിവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ടോട്ടലി ആ ലോകത്ത് അവരുടെ ആ ഒരു വേൾഡിൽ ആ ഒരു സ്പേസിൽ ആ ഒരു നാട്ടിൽ ഉള്ള ആൾക്കാർ തന്നെയാണ്. സിനിമ സംസാരിക്കുന്നത് സ്പോർട്സിനെ കുറിച്ച് മാത്രമല്ല, ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസും അതിൻ്റെ ഇടയിൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സും അതുപോലെ തന്നെ ഈ എൻവി, ജലസി, ബിട്രയൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട് ആ സിനിമ. ഇതിലെല്ലാം എല്ലാ റോൾസിലേക്കും എടുത്തു പറയേണ്ടത് ലാലിന്റെയും അമീറിന്റെയും പെർഫോമൻസ് ആണ്. ലാൽ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അമീർ എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഒരു ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം. നമ്മുടെ വട ചെന്നൈയിലെ രാജൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അമീർ. ഈ അമീറിന്റെ പാണ്ഡ്യരാജ ക്യാരക്ടർ ഈ സിനിമയിലത്തെ കഥാപാത്രമാണെങ്കിലും നമുക്ക് ആ ഒരു രാജൻ ടൈപ്പോഗ്രഫി ഫീൽ ചെയ്യും. നമുക്ക് പുള്ളിയും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോ എടുത്ത് പറയേണ്ടത് ഇത്രയും പേരുടെ പേരുകൾ എടുത്ത് പറഞ്ഞേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും കാസ്റ്റിലേക്ക് കൂടുതൽ ഇറങ്ങിയത്. അതുപോലെ എഡിറ്റ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. പിന്നെ ഇത്രയും അവസാനത്തിലേക്ക് പറയാൻ വെച്ചത് അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്.
പടത്തിന്റെ മ്യൂസിക് നിവാസ് കെ പ്രസന്ന ആളാണ് മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ആണ് ശരിക്കും ഇതിന്റെ എല്ലാ പോർഷനിലും ഈ സിനിമയുടെ ഓപ്പണിംഗ് തൊട്ട് എൻഡിങ് വരെ നമുക്ക് എപ്പോഴും ഒരു സൈലൻസ് എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാക്കി തരികയും, എന്നാൽ ആ സിനിമ ഒരു പോയിന്റ് പോലും സൈലന്റ് അല്ല, ഫുൾ വോയിസ്, ഫുൾ ഹൈ ലൗഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എന്നാൽ നമുക്ക് ആ ഒരു ലൗഡ് മ്യൂസിക്കില് നമ്മുടെ ഉള്ളിലൊരു വോയിഡ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സൈലൻസ്, ഒരു നിശബ്ദത നമുക്ക് ഫീൽ ചെയ്യും, അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും നമുക്ക്, ആ ഒരു എംപ്റ്റിനെസ്. അത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ളത് എന്തായിരുന്നോ അത് തന്നെ ആണ് പുള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതും. എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഈ സിനിമയിൽ ഈ പറയുന്ന വാനത്തെ കിട്ടാൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ബൈസൺ എന്ന് പറയുന്ന ആ ഒരു പേര് യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. ഓപ്പണിങ്ങിലല്ല, പിന്നീട് സിനിമ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പേര് യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ബൈസൺ എന്ന് പറയുന്ന ഒരു ടേം വരുമ്പോൾ, ആ ഒരു ടേം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരും. അതായിരുന്നു അത് ശരിക്കും നമുക്ക് ഗൂസ് ബംസ് വരും. അത്ര പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇത്രയും ഹൈപ്ഡ് ആവുന്നു, എക്സൈറ്റഡ് ആവുന്നു. ഞാൻ ആ സിനിമ കാണാനായിട്ട് ഒരുപാട് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഞാൻ ആ സിനിമ കാണാനായിട്ട് ഒരുപാട് തവണ തിയേറ്ററുകൾ വിസിറ്റ് ചെയ്തെങ്കിലും നമ്മുടെ ഇവിടെ ആ സിനിമയ്ക്ക് കാണാനായി ഒരു ഓഡിയൻസ് ഇല്ല, കാണാൻ ആളുകളില്ല. ഇനി ഞാൻ പോകുന്ന തിയേറ്റേഴ്സിന്റെ കുഴപ്പമാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ അടുത്തുള്ള തിയേറ്റേഴ്സിലൊക്കെ ചെല്ലുമ്പോഴും അവിടെ ഷോസ് എല്ലാം ക്യാൻസലാണ്. അവിടെ ഉള്ള വളരെ ചുരുക്കം ആൾക്കാർ, കൂടിപ്പോയ ഒരു 10 പേര് മാത്രമാണ് ബൈസൺ കാണാനായിട്ടുള്ളൂ. ഈ വരുന്നവരെല്ലാം തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. കാരണം ഷോ ക്യാൻസലായി പോവുകയാണ്. കാരണം 10-15 ആൾക്കാരെ വെച്ച് 10 പേരെ വെച്ച് കാണിക്കാൻ കഴിയില്ല, 15 പേരെങ്കിലും മിനിമം വേണം എന്നുള്ള തിയേറ്റേഴ്സിന്റെ അത് അവർക്ക് കൊടുത്തിട്ടുള്ള ടേംസ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഇത് കാണാൻ വരുന്നവർക്ക് അത് വലിയൊരു നിരാശയാണ് കൊടുക്കുന്നത്. അതായത് സിനിമ കാണാനായി ഒരുപാട് ദൂരെ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വരുന്നവരും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെല്ലുമ്പോഴും ഒരുപാട് ദൂരെ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ അടുത്തൊന്നുമല്ല, എങ്ങനെ പോലും ഒരു 10, 20, 25 കിലോമീറ്റർ ദൂരെ നിന്നൊക്കെ വന്ന് ഈ സിനിമ കാണാനായി ഇവിടെ ഷോ ഉണ്ടെന്ന് അറിഞ്ഞു വരുന്നവര് ഇവിടെ വന്ന് ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ടൈം വരെ കാത്തിരുന്ന് ആൾക്കാർ തികയാതെ വരുമ്പോൾ തിരിച്ച് ക്യാൻസൽ ആയി കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ പറയുന്നത് വളരെ വളരെ നിരാശയുള്ള കണ്ടീഷനാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഞാൻ ശരിക്കും വിഷമം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് സിനിമ കാണാൻ ആഗ്രഹിച്ച സിനിമ കാണാൻ കഴിയാതെ ഷോ ക്യാൻസൽ ആയി എന്ന് പറഞ്ഞ് തിരിച്ചു വരേണ്ടി വരുന്നത്. ഞാൻ ശരിക്കും ഈ സിനിമ കാണാനായി കഴിഞ്ഞൊരു 5-6 ദിവസമായിട്ട്, 5-6 ദിവസം എന്ന് പറയുന്നില്ല, ഒരു 4 ദിവസം, കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് ഞാൻ ഒരുവിധം എല്ലാ തിയേറ്ററുകളിലേക്കും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷോസ് ക്യാൻസലാണ്, അല്ലെങ്കിൽ ഞാൻ എത്തുന്ന ഷോയ്ക്ക് മുമ്പുള്ള ഷോയിൽ പ്ലേ ചെയ്തിരുന്നു, ഈ ഷോയിലേക്ക് ആളില്ല എന്നുള്ള സിറ്റുവേഷനൊക്കെ വന്നിട്ട് ഇന്നലെയാണ് എനിക്ക് ആ സിനിമ കാണാൻ സാധിച്ചത്. ഇന്നലെ കാണാൻ സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യമാണ്. കാരണം അത് തിയേറ്റർ ശരിക്കും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആ സിനിമയിലേക്ക് എത്തുന്നില്ല. അത് ഈ പറയുന്ന മറ്റ് സിനിമകളുടെ കൂടെയുള്ള ക്ലാഷ് ആയിരിക്കാം. എന്തുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഈ പറയുന്ന ക്ലാഷ് റിലീസ് ഉള്ള സിനിമയെക്കാളും ഓഡിയൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിലേക്ക് ആളുകൾ എത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ റിവ്യൂ ഇടുമ്പോൾ ഞാൻ ഒരുപാട് ലേറ്റ് ആയാണ് കണ്ടത്, അതിന് ഞാൻ തുടക്കം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് എല്ലാ സിനിമകളും ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സിനിമ ഞാൻ ഈ റിവ്യൂ ഇടുമ്പോഴത്തേക്ക് ഈ സിനിമ ഒരുവിധം തിയേറ്ററിൽ നിന്ന് എല്ലാം റിമൂവ് ആയിട്ടുണ്ടാവുമെന്ന് ആണ് എനിക്ക് കരുതുന്നത്. ഇനി അങ്ങനെ റിമൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും തിയേറ്റേഴ്സിൽ പോയി ആ സിനിമ കാണണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് ആളുകൾ അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ആ പോസ്റ്റർ കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഉണ്ടാവുന്ന ഒരു ഇംപ്രഷൻ ഉണ്ട്. അതായത് ഒരു ഫാമിലി ട്രാക്കിൽ പോയി കാണേണ്ട ഒരു പടമൊന്നുമല്ല, ഇതൊരു എന്റർടൈനർ അല്ല, അതുകൊണ്ട് ഇത് കാണേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരം പൊളിറ്റിക്സ് പറയുന്ന സിനിമകൾ നമ്മൾ കാണേണ്ടതുണ്ട്, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന ലൈഫ് മാത്രമല്ല, നമ്മളെക്കാളും നമ്മൾ ജീവിക്കുന്നത് മാത്രമല്ല ലൈഫ് എന്നുള്ളത് നമ്മൾ പോർട്രേ ചെയ്ത് തരുന്ന ഒരു പറ്റം സിനിമകളുണ്ട്. അവരും ഓഡിയൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഈ ഓഡിയൻസിന് വേണ്ടി തന്നെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളതും അത് ഇറക്കിയിട്ടുള്ളതും. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. ഇത്തരം സിനിമകൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് എന്റർടൈനേഴ്സിന് പിന്നാലെ മാത്രം പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ ഇതാണ് എനിക്ക് ബൈസണിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. എനിക്ക് ശരിക്കും ഈ റിവ്യൂവിനേക്കാളും കൂടുതൽ എനിക്ക് ആ ഒരു ഡിസ്കഷൻ സോണിലേക്ക് പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം. എന്നാൽ ഈ ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പിലേക്കൊക്കെ മാറാനുള്ളൊരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് എൻ്റെ റിവ്യൂസിനും എൻ്റെ
ഫിലിം വ്യൂയിങ്ങിനും ഒക്കെ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നെ അതിലേക്ക് ഡൗട്ട് ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ എന്തെങ്കിലും സാധിച്ചാൽ അങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. ആ സിനിമ കണ്ടവരുടെ അവരുടെ അഭിപ്രായങ്ങൾ അറിയാനും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും എല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അതാണ് എൻ്റെ ഒരു ഹാപ്പി പ്ലേസ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഹാപ്പി സോൺ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇനി മുതൽ ഹോംലി നറേറ്റീവ്സ്.